ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നോ, ഇന്നത്തെ വീഡിയോ നല്ല മീൻ പൊരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൽ കൂട്ടുന്ന മസാല കേട്ടോ, അങ്ങനെ പലരും പല വെറൈറ്റി ആയിട്ടാണല്ലോ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ കൂട്ടുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചെറിയ മീനിന് ഒക്കെ ഇങ്ങനെ ആക്കി നമുക്ക് സിമ്പിളാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ടൈമൊന്നും പിടിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ചെറിയ അയില കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അയില, അതുപോലെ ചെറിയ മത്തി, അതുപോലെ വത്തള്, അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഇങ്ങനത്തെ മസാല കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള മീനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് അതിൽ വരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വര ഇട്ട് കൊടുത്താൽ അതിൽ മസാലയൊക്കെ പിടിച്ചോളൂ കേട്ടോ. എനിക്ക് അത് നിർബന്ധമാണ് കേട്ടോ, ഞാൻ അധികം ചെയ്യാറുണ്ട് കേട്ടോ. ഇതാട്ടോ ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നമുക്ക് മീനൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് മസാല കൂട്ടാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ ഉള്ളൂ, 1 കിലോ മീനേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിൽ മെയിൻ എന്ന് പറയുന്നത് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ. പുളിവെള്ളം ഇതിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പുളിവെള്ളത്തിലാണ് കേട്ടോ ഇത് മിക്സാക്കി കൊടുക്കുന്നത്. നമ്മുടെ പുളിവെള്ളത്തിൽ നമ്മൾ അധികം കറിയല്ലേ വെക്കുക, പക്ഷെ മസാലക്കൂട്ടിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ സുർക്ക ഒഴിക്കും, പക്ഷേ അതുപോലെ നാരങ്ങ നീരൊക്കെ ഒഴിക്കും, പക്ഷെ പുളി ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് കഴിക്കുമ്പോൾ നല്ല പുളിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അതിന് ശേഷം ഇങ്ങനെ ഓരോ മീനിലും നമുക്ക് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അങ്ങനെ എല്ലാ മീനിലും മസാല ആക്കി എടുക്കാം. അങ്ങനെ എല്ലാ മീനും മസാലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചാലല്ലോ ടേസ്റ്റ് കൂടുക. അത് പിന്നെ എന്ത് സംഭവം നമ്മൾ കുറച്ച് നേരം വെച്ചാലാണല്ലോ അതിലെല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ടേസ്റ്റ് ആകുക. അതിന് ശേഷം പിന്നെ നമ്മളൊരു പാൻ വെക്കുക, എണ്ണ വയ്ക്കുക, മീനൊക്കെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. പിന്നെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. നമ്മുടെ മീൻ അപ്പോൾ പൊരിച്ചാൽ റെഡി ആയി കേട്ടോ.
അപ്പോൾ മീനൊക്കെ അടിപൊളിയായി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ പുതുതായി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ ബൈ.